എന്തിനേയും സ്വീകരിക്കാൻ പിന്നെ തയ്യാറുള്ള മറ്റൊരു സമൂഹം ലോകത്ത് ഇതുപോലെ കാണുന്നു. നമ്മൾ വേണ്ടാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സാഹിബായാലും വന്നോ, ഗ്ലോബലൈസേഷൻ വന്നോ, ജൂതമതം വന്നോ, നമ്മൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. അതാണ് വിവേകാനന്ദർ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചത്, ചിക്കാഗോ പ്രസംഗം. ലോകത്തുള്ള മറ്റ് പല ആൾക്കാരും വാളും പരിചയമെടുത്ത് അവരെയൊക്കെ പ്രതിരോധിച്ച് ആട്ടി ഓടിക്കാൻ നിന്നപ്പോൾ ഇന്ത്യൻ സമൂഹമാണ് എല്ലാവരെയും സ്വന്തം നെഞ്ചിലേറ്റി ഈ നാട്ടിൽ അധിവസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അതാണ് കേരളീയന്റെ സഹിഷ്ണുത. ആ സഹിഷ്ണുത പറ്റിയതുകൊണ്ട് എന്താണ്, സഖ്യപർവ്വതത്തിന് അപ്പുറത്തുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ സാമ്പ്രദായികമായി കണ്ടുവരുന്ന പല ജാതികളും കേരളത്തിലില്ല. നമ്മുടെ അബദ്ധവശാ പറയുന്നതാണ് ഈ ചാതുർവർണ്ണം, 4 വർണ്ണങ്ങൾ. അതൊരു വർണ്ണം മാത്രമാണ്. വർണ്ണം എന്ന് വെച്ചാൽ പ്രൊഫഷനാണ്, തൊഴിലാണ്, അല്ലാതെ നിറവും ജാതിയുമല്ല. അത് മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇപ്പൊ ക്ഷത്രിയന് ബ്രാഹ്മണന്റെ പണി ചെയ്യാം, ബ്രാഹ്മണന് ക്ഷത്രിയന്റെ പണിയും ചെയ്യാം സാമ്പ്രദായിക രീതിയിൽ. അങ്ങനെയാണ് ദ്രോണാചാര്യന്റെ വലിയ പ്രൊഫസറായിരുന്നത് അസ്ത്രവിദ്യയുടെ. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്, ചെയ്ത പണി ക്ഷത്രിയന്റെ പണിയാണ് ചെയ്തത്. ക്ഷത്രിയനായിരുന്നു സിദ്ധാർത്ഥൻ, ചെയ്ത പണി ഏതാ? അങ്ങേരതൊക്കെ ഊരി കളഞ്ഞിട്ട് ധ്യാനവും തപസ്സുമൊക്കെ ചെയ്യുന്നതാണ്. പരശുരാമൻ ഇവിടെ മാർഷൽ ആർട്സിന്റെ ആള്, അത് എന്നും പറയും നേരിട്ട് നേരിട്ട് ഇടപാട്. അപ്പൊ പി വി മെമ്പറായിട്ട് നേരിട്ട് ബന്ധം വയ്ക്കാമെന്ന് പറയും പോലെയാണ് കൈലാസത്തിലെ ശിവനുമായിട്ട് നേരിട്ടാണ് വിദ്യ കൊടുത്ത് അവസാനം പറഞ്ഞ നമ്മൾ എല്ലാ സാറന്മാരും ഞങ്ങളൊക്കെ സാറന്മാരും കുട്ടികളോട് പറഞ്ഞു എപ്പോഴും എന്ത് സംശയം ചോദിക്കാം, ഇനി പോകേണ്ട ഞങ്ങൾ പറയും. ഉപകാരത്തിന് വേണ്ടി പറയില്ല, കാരണം ഇവിടെ ബന്ധുവില്ല, ട്രാൻസാക്ഷൻ പറഞ്ഞു കൊടുക്കില്ല. അത് പോലെ നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ എങ്ങനെ കളിച്ചു ചീട്ട് കളിക്കുമ്പോൾ നമ്മൾ ഈ അതുപോലെ ചില ഗുണ്ടുകൾ സാറന്മാരെ കൈ കാണും. അത് മറ്റേ കിട്ടിക്കഴിഞ്ഞാൽ പോയി ആകെ പിടിച്ചെടുക്കുന്ന ഒരു സാധനമാണല്ലോ. അതുകൊണ്ടായിപ്പോ നമ്മുടെ സർക്കാർ തീരുമാനിച്ചു സാറന്മാരെ നോട്ടെല്ലാം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കോളർ പോർട്ടൽ നോക്കിയാൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ, കേരള ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ സ്കോളർ പോർട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ പ്രസംഗം ഉണ്ടാവും. കാണാം, ഞാൻ ആകാശത്തിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോട്ട് കൊടുക്കാം, ഞാൻ നോട്ട് കൊടുക്കില്ല, പ്രസംഗിക്കാൻ പറഞ്ഞു, പക്ഷെ നോട്ട് കൊടുക്കില്ല. ഞാൻ നോട്ട് കൊടുത്തിട്ടില്ല, എഴുതിയിട്ടില്ല. പഠിക്കുന്ന കാലത്ത് എഴുതിയല്ലാതെ പിന്നെ ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ നോട്ട് എഴുതിയിട്ടില്ല. കാരണം എഴുതിയാൽ നമ്മുടെ തല്ലി പിടിച്ചിട്ടാണ്. അപ്പൊ ഈ പ്രൊഫസർ ശിവൻ പ്രൊഫസർ പറഞ്ഞു ശിഷ്യനോട്, പരശുരാമൻ നിനക്ക് ഇഷ്ടമുള്ള അപ്പം വന്നു. അങ്ങനെ അങ്ങനെ വിരോഗം എടുത്ത് വിരോഗമൊക്കെ ഉലൊക്കെ ചുറ്റി തിരിച്ചു ചെന്നപ്പോഴാണ് ഒരുത്തന്റെ തടസ്സം ഉണ്ടാക്കിയത്. ഒരുത്തങ്ങനെ ഇരിക്കുന്നത് സത്യം കയറി മാറിപ്പോയെന്ന് പറഞ്ഞു, എനിക്ക് പോകില്ല. അപ്പൊ അവൻ കയറി കുടിച്ചു, മനുഷ്യമായി. അപ്പൊ പുലിയായി. അവസാനം ഒരു കുസൃതി തോന്നി, എന്ത് ചെയ്തു, കാലു വാരി പൊട്ടി നിരത്താൻ പറ്റി. അപ്പൊ എന്ത് ചെയ്തു, ഇങ്ങനെ ഓടാറ്റി വിട്ടൊരു പ്രയോഗം വെറുതെ കൊണ്ടുപോയി കഴിഞ്ഞ് വിളിച്ചു. അപ്പൊ കരുത്തിലും കേട്ടോണ്ട് അമ്മ അകത്തി ഇറങ്ങിയത്. സാധാരണ എല്ലാ അമ്മമാരും തന്നെ വിളിച്ചു. ഇങ്ങനെ ഒരുത്തന്നെ കണ്ണു വീട്ടിൽ കയറ്റിയപ്പോഴേ ഞാൻ പറയാം പറഞ്ഞു കൊടുക്കുന്നത് കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞതാണ്. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്ന് താനും ദിവ്യായുധം വല്ലതും ഉണ്ട്, ബാക്കി എന്നാൽ അതും കൂടി കൊട്ടിയിട്ടുണ്ട് പറഞ്ഞു. അവൻ എന്തെങ്കിലും തട്ടിയിട്ട് പോകും. ഇങ്ങനത്തെ ഗുരുക്കന്മാര് ആ ചാതുർവർണ്ണ്യം ഞാൻ പറഞ്ഞത് വർണ്ണം മാറി ചെയ്യാം. അങ്ങനത്തെ പ്രകാരമുള്ള തൊഴിലെടുക്കുന്ന പലരും സഖ്യനപ്പുറത്തുള്ള പ്രദേശത്തുണ്ടായിരുന്നത് സഖ്യൻ ഇപ്പുറത്ത് കേരളത്തിലില്ല. അത് കേരളത്തിന്റെ സവിശേഷത. എന്താ ഇല്ലാത്തത്? ഈ ചാതുർവർണ്ണ്യ പ്രകാരം വൈശ്യധർമ്മം അന്വേഷിച്ചിരുന്നവർ, കച്ചവടമായി കൊടുക്കൽ വാങ്ങൽ ചെയ്തിരുന്നവർ കേരളത്തിലില്ല. ഒരു വൈശ്യജാതി കേരളത്തിലില്ല. അപ്പൊ ആ ധർമ്മം ഇല്ലാതെ പോലല്ലോ. ആ ജോലി ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. ആ ധർമ്മം അനുഷ്ഠിച്ചിരുന്ന ആരാ? ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യം വന്നപ്പോ കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ഉത്പാദിപ്പിക്കുകയും സമ്പത്ത് ഉത്പാദിപ്പിക്കുകയും മിച്ചം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ക്രയവിക്രയം. അല്ലെങ്കിൽ ഇവിടത്തേക്ക് ആവശ്യമുള്ള സാധനം മറ്റുള്ളത്തിൽ കൊണ്ടുവരേണ്ടി വരുമ്പോഴാണ് ക്രയവിക്രയം. ആ ക്രയവിക്രയ പണി ചെയ്തതാരാ? അത് കേരളത്തിൽ നിന്ന് പുറത്തു വന്ന മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന ചില ആൾക്കാരായിരുന്നു ഈ വൈശ്യധർമ്മം അനുഷ്ഠിച്ചിരുന്നത്. അപ്പൊ സാമ്പ്രദായിക രീതിയിൽ തമിഴ്നാട്ടിലുള്ള ചെട്ടിയോ ആന്ധ്രയിലുള്ള റെഡ്ഡിയോ ഉത്തരേന്ത്യയിലുള്ള സേത്തിയോ കേരളത്തിലില്ല.
അല്ല, റബ്ബിയാമാരി ഇവിടെ ഒന്ന് കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇവിടെ ചെട്ടി ഉണ്ടായിരുന്നു, എണ്ണയാട്ടുന്നവരാണ്, എണ്ണച്ചെട്ടി. ഞാൻ അങ്ങനെ പച്ചയായിട്ട് പറയുന്നതിൽ ആരും വിഷമിക്കട്ടെ, കാരണം നമ്മളാരും അതല്ലല്ലോ. ഉള്ളത് മനസ്സിലാവും, മനസ്സിൽ പാരമ്പര്യം പറയും. അപ്പൊ ചെട്ടി എന്ന് പറയുന്നത് വൈശ്യധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു ജാതി കേരളത്തിലില്ല. ആ ധർമ്മം അനുഷ്ഠിക്കുന്നതോ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്ന ചില ആൾക്കാരാണ്. അതാര്? ജൂതന്മാര്, ക്രിസ്ത്യാനികൾ, അറബികൾ പിന്നെ മുസ്ലിംമാർ. അറബികൾ പണ്ട് മുതലേ കേരളത്തിലുണ്ട്. കേരളത്തിൽ നിന്ന് കച്ചവടം ചെയ്തു. അറേബ്യയിലുള്ളവർ പണ്ട് മുതലേ കേരളത്തിൽ നിന്ന് കച്ചവടം ചെയ്തിരുന്നു. പക്ഷെ അവർ ഇസ്ലാം ആകുന്നത്, മുസ്ലിങ്ങളാകുന്നത് 7-ാം നൂറ്റാണ്ട്, നബിയുടെ പ്രവാചകന്റെ ജനനത്തിന് ശേഷമാണ് അവർ ഇസ്ലാം ആകുന്നത്. അതിനു മുമ്പ് അറബികളുണ്ട്. അവരാണ് കേരളത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്, ഇവിടുന്ന് കൊണ്ടുപോയത്, ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിക്കറി ചെയ്തത്. അതുകൊണ്ടാണ് മലബാറിലും മാപ്പിള, തിരുവിതാംകൂറിലും മാപ്പിള. പക്ഷെ രണ്ട് മാപ്പിളയാണ്. മലബാറിലെ മാപ്പിള മുസ്ലിം മാപ്പിളയാണ്, കണ്ടത്തിൽ വർഗീസ് മാപ്പിള ക്രിസ്ത്യാനി മാപ്പിളയാണ്. അപ്പൊ എന്തിനാ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്ക് ഒരേ പേര്, ഒരേ ജാതി പേര്, അല്ലെങ്കിൽ ഒരേ വിളിപ്പേര്, ഒരേ തണ്ടപ്പേര്? അത് ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരനുഷ്ഠിച്ചിരുന്ന തൊഴിലിന്റെ, പ്രൊഫഷന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഭാഗം കേരളത്തിൽ പണ്ട് ഞങ്ങൾ തുറന്നു കിടന്നോണ്ട് ഇനി കയറി വന്നത്. ഒരു ഭാഗം തുറന്നു കിടക്കുകയില്ല, അങ്ങനെ കയറി വന്നതുകൊണ്ടാണ് മറ്റൊരു വിഭാഗം ഇവിടെ വന്നാൽ ധർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യം ഇല്ലാതായിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ജാതികളെ കേരളത്തിലുള്ളൂ. അപ്പൊ അത് കേരളത്തിന്റെ ഒരു സവിശേഷതയാണ്. പിന്നെ കേരളത്തിന്റെ കിഴക്ക് ഉള്ള നദികളെല്ലാം കിഴക്കോട്ട്, കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകി പ്രശ്നമായിട്ടുണ്ട്. ഒഴുകുന്ന നദികൾ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ഇല്ലപ്പെരിയാർ, മകരി പ്രശ്നമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി ഒന്നും കുഴപ്പമില്ല, മണൽവാരായത്ത് അത് പ്രശ്നം. ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. കൊച്ചു വെച്ചത് 5 കിലോമീറ്ററിനുള്ളിൽ ഒരു തോടോ ഒരു അരുവിയോ ഒരു പുഴയോ നമുക്ക് കേരളത്തിലുണ്ട്. അത്രയ്ക്ക് ഫലഭൂയിഷ്ടമാണ് നമ്മുടെ മണ്ണ്. ഈ വെള്ളം ധാരാളം അതുകൊണ്ടാണ് നമുക്ക് കുളി വരുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ കുളിയും ശുദ്ധവസ്ത്രം ധരിക്കലും ഒരു പ്രധാനപ്പെട്ട തൊഴിലായ ഒരു ശീലമായി മാറാൻ കാരണം ഈ വെള്ളത്തിന്റെ ലഭ്യതയാണ്. വെള്ളത്തിൽ ഇറങ്ങാതെ എപ്പോഴും കിടക്കാൻ പറ്റില്ല. ആലപ്പുഴ കൊണ്ട് മുണ്ടുപോക്കി പാട്ട് അല്ല, മുണ്ടൊന്ന് പൊക്കാൻ അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കില്ല, അത്രയ്ക്ക് വെള്ളമുണ്ട്. നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നോക്കും, നിങ്ങൾ അഖിലേന്ത്യന്മാരല്ലേ, സമ്മേളനത്തിനൊക്കെ പോകുമ്പോ അത് കഴിയുന്നതിനാ കിടക്കാൻ വേണ്ടി. പുളി പ്രധാനമല്ല, അത് ആട്ടിനെ വെള്ളത്തിൽ ഇറക്കം പോയാ ഇങ്ങനെ ഒരു കുടുത്തൊരു പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എടുത്തിടുകയെന്ന് നോക്കിയത്. അതുപോലെയാണ്, അത് ആവശ്യമില്ല. കാരണം അവിടെ വെള്ളമില്ല, അതുകൊണ്ടാണ്. അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഇവിടെ വെള്ളം ധാരാളം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഈ മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ സ്വീകരിക്കും നമ്മുടെ ഭൗതിക പരിസരത്തിന്റെ പശ്ചാത്തലത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത്. ആ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു വന്നതെല്ലാം തന്നെ മണ്ണുമായി, കൃഷിയുമായി ബന്ധപ്പെട്ട. കൃഷിയിലാണ് ജാതി തുടങ്ങിയത്. കൃഷിയും കൃഷിയോടനുബന്ധിച്ചുള്ള കൈവേലകൾ, കൈത്തൊഴിലുകൾ. ഇതിലേത് ആൾക്കാർക്കും ഒഴിച്ചുകൂടാനാവാത്ത 5 പണികളുണ്ട്, 5 തൊഴില്, 5 പ്രൊഫഷൻ. അതെല്ലാ കൂട്ടവും ബ്രാഹ്മണൻ തൊട്ട് ചണ്ടാളൻ വരെ, ചണ്ടാളന്റെ ജാതി ഉണ്ടെങ്കിൽ അതുവരെ ഉള്ളവർക്ക് ആവശ്യമാണ്. അവരെല്ലാവരെയും കൂടി ചേർത്താണ് ഐൻകുടി കമ്മാളം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഐൻകുടി കമ്മാളം, 5 കുടികൾ. ഏതൊക്കെയാണ്? കല്ല്, മരം, വെങ്കലം, ഇരുമ്പ്, സ്വർണം, വെള്ളി. ഈ 5 എണ്ണം 5 പ്രൊഫഷനാണ്. കല്ലില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കല്ലുപകരണങ്ങൾ ഒരു 10, 20, 30 കൊല്ലം മുമ്പ് വരെ നമ്മുടെ വീട്ടിലെ നിത്യ ഉപയോഗ സാധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കല്ല്. ഇപ്പോഴും ഗ്രൈൻഡറിനകത്ത് നമ്മളൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ആർക്കൈവ്സിൽ സൂക്ഷിക്കണം. ബാക്കി ഉപകരണങ്ങൾ മാറ്റിക്കണം. എന്താ ആട്ടുകല്ല്, അരകല്ല്, തിരികല്ല്, അമ്മിക്കല്ല്, ഇടികല്ല്, അങ്ങനെ പലതും കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ. മരം, കാരണം പണ്ട് കെട്ടിടം വയ്ക്കണമെങ്കിൽ ആദ്യം തുടങ്ങുന്ന എവിടുന്ന മരപ്പണി എന്നാണ് തുടങ്ങുന്നത്. പച്ചൻ ഈ പണി ചെയ്യണം. നിത്യോപയോഗത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ, വീട്ടിലെ പാത്രങ്ങൾ വരെ ഈ മരം കൊണ്ടുള്ളതാണ്. പഴയ തറവാടുകളൊക്കെ ചിലപ്പോൾ കണ്ടേക്കും. പാത്രങ്ങൾ, അച്ചാറിട്ട് വയ്ക്കുന്നത്,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് മരത്തിലാണ്. നല്ല മരത്തിൽ കാവലെടുത്തത്. ഈ ഉപ്പൊഴിക്കാൻ ഉപ്പ് മരം എന്നല്ലേ പറഞ്ഞു. ഉപ്പ് അത് ഉണ്ടാക്കി വയ്ക്കും. അത് വലിയ ഭീമാകാരമായ കലം കുളം ശേഖരിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ധാന്യം ശേഖരിച്ചു വയ്ക്കാനോ മരത്തിലാണ്. അപ്പോൾ മരം ഒരു പ്രധാനപ്പെട്ടതാണ്. ഇരുമ്പ്, ഇത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെയാണ് ഇരുമ്പ്. എന്താ ഇരുമ്പിന്റെ പ്രത്യേകത? അതുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകും. നില ഉഴുതു മറിക്കാൻ, കാട് വെട്ടിത്തെളിക്കാൻ, കല്ല് അടിച്ചു പുളർക്കാൻ. കാരണം ഈ കല്ലിന്മേൽ പണി ചെയ്യുന്നതിന് എന്ത് വെച്ചാ പണിയുന്നത്? ഇരുമ്പ് വെച്ചാ പണി. ഇരുമ്പല്ല, ഉരുക്ക് വെച്ചാ പണിയുന്നത്. ഇരുമ്പിനെ ഉരുക്കാക്കാനുള്ള വിദ്യ കേരളീയർ കണ്ടുപിടിച്ചതാണ്. കേരളീയരല്ല കണ്ടുപിടിച്ചത്, പക്ഷെ കേരളീയർ സ്വമേധയെ കണ്ടുപിടിച്ചു. അവിടെയുള്ള പലരും കണ്ടുപിടിച്ചിട്ടുണ്ടാകും, അങ്ങനെ ഇവിടെയുണ്ട്. കാരണം കേരളത്തിന്റെ മണ്ണിൽ ഇഷ്ടം പോലെ ഇരുമ്പയിലുണ്ട്. നമ്മൾ ഈ കാണുന്ന മണ്ണിൽ ഇഷ്ടം പോലെ നിങ്ങൾ മണ്ണോ കല്ലോ എടുത്തിട്ട് അത് തവിട്ട് നിറമുള്ള ഒരു സാധനം. നമ്മള് തീപ്പട്ടിക്കൊള്ളിയുടെ അടുത്തിരിക്കുന്ന കേരളത്തിൽ ആ മരുന്നിന്റെ നിറത്തിലുള്ള ബ്രൗൺ കളറിലുള്ള അതാണ് ഇരുമ്പയിൽ. അത് മണ്ണ് ചുട്ടു, കൃഷിക്ക് വേണ്ടി മണ്ണ് ചുട്ടപ്പോൾ, കാട് ചുട്ടരിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി ചുട്ടരിച്ചപ്പോൾ ചിലത് ഉരുകി ഒലിക്കുന്ന കണ്ടു, ഉരുകി കട്ട പിടിക്കുന്നത്. അവിടുന്നാണ് ഇരുമ്പിന്റെ കണ്ടുപിടിച്ചേക്ക് പോയത്. ഇപ്പൊ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒരുപാട് ഇരുമ്പ്, പിന്നെ ഈ മടകൾ അല്ലെങ്കിൽ ഇരുമ്പ് അതിലുള്ള അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വേറെ ലോകത്തിന്റെ മറ്റു ഭാഗത്ത് നിന്ന് കേരളത്തിലെ ഇരുമ്പ് കൊണ്ടുവന്നതല്ല. ആ ഇരുമ്പ് കുത്തി ഇവിടെ തന്നെ വികസിപ്പിച്ചാണ്. ആ ഇരുമ്പ് നിത്യ ഉപയോഗത്തിൽ ആവശ്യമാണ്. കലപ്പ വേണം, കലപ്പയെടുത്ത കൊഴു. കാരണം കലപ്പക്കൊഴു ഇല്ലാതെ ഒഴാൻ പറ്റുന്ന മണ്ണല്ല കേരളത്തിൽ. കാരണം കട്ടിയുള്ള മണ്ണാണ്, അതാണ് കലപ്പക്കൊഴു കൂടിയിരിക്കും. കാട് വെട്ടിത്തെളിക്കാനായാലും വീട്ടിലെ ആവശ്യത്തിനായിരുന്നാലും ഇരുമ്പ് ആവശ്യമാണ്. ഒരു വെങ്കലം പാത്രങ്ങളെല്ലാം ഒരുവിധപ്പെട്ട പാത്രങ്ങൾ, ഈ പിന്നെ മരവും കല്ലും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പാത്രം മണ്ണാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയെടുക്കുന്ന പാത്രങ്ങൾ. ആ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന പാത്രത്തിനപ്പുറം ദീർഘകാല ആവശ്യമുള്ളതാണെങ്കിൽ വെങ്കലം, ചെമ്പും ഈയവും കൂടി യോജിപ്പിച്ച് എടുക്കുന്ന വിദ്യ, ഇതൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അൻകൂടി കമ്മാവെന്ന് പറഞ്ഞ അക്കൂട്ടലും നിലം കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ജാതികൾ, കൊച്ചു കൊച്ചു ജാതികൾ, വലിയ ജാതികൾ. ഇതാണ് കേരളീയ സംഭവം. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂകമ്പ ബന്ധങ്ങളാണ്. കാരണം മനുഷ്യൻ നിത്യജീവിതത്തിൽ ആഹാര സമ്പാദനത്തിനായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവന് ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഉപകരണം. ജന്തുക്കളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും അത് തന്നെയാണ്. എന്താ മനുഷ്യനും ജന്തുക്കളും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ വ്യത്യാസമൊക്കെ ഇല്ലാന്ന് ചിലപ്പോൾ പറഞ്ഞു ഉണ്ട്. എന്താ വ്യത്യാസം? നിങ്ങളിപ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ പറയാൻ പോകും. ചിന്തിക്കും, ചിരിക്കും എന്നൊക്കെയല്ലേ. മനുഷ്യൻ ചിന്തിക്കും, ജന്തുക്കൾ ചിന്തിക്കും. മനുഷ്യൻ ചിരിക്കും, ജന്തുക്കൾ ചിരിക്കും. മനുഷ്യൻ സംസാരിക്കും, ജന്തുക്കൾ സംസാരിക്കും. ഇതൊക്കെയാണ് സാധാരണ കാണുന്നത്. പിന്നെ തിരിച്ചറിവുണ്ട് മനുഷ്യന്, ജന്തുവിനോ തിരിച്ചറിവില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും നല്ല തിരിച്ചറിവുള്ള ജന്തുവിനാണ്. നായകളുടെ വീട്ടിൽ പോയി കയറാതെ കൂടെ നിന്ന് അവരിതാണെന്നുണ്ടെങ്കിൽ ഏത് ഗ്ലോബലൈസേഷനാണ് അവൻ പിടിച്ചിരിക്കും, ഉറപ്പാണ്. അവൻ വിവേചന ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെ, ഇതൊക്കെ ഉണ്ട്. അവർക്കും ഭാഷയുണ്ട്, നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. നമ്മൾ ചൈനയിൽ പോയെങ്കിൽ കേൾക്കുമല്ലോ. ഇതൊക്കെ അവരും പറയും, നമ്മൾ അവരെ വിഷമിക്കും, നമ്മൾ വിഷമിക്കും. അത്ര ഇതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മനുഷ്യൻ